പത്മജയെ LDF-ൽ എത്തിക്കാനായി ചർച്ച നടത്തിയിരുന്നുവെന്ന് സംബന്ധിച്ച് ദല്ലാൽ നന്ദകുമാർ. EP ജയരാജന്റെ ആവശ്യപ്രകാരമാണ് പത്മജയുമായി ചർച്ച നടത്തിയതെന്നും ദല്ലാൽ നന്ദകുമാർ പറയുന്നു. വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്തായിരുന്നു ചർച്ച. ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യം നിന്നോട് ആര് പറഞ്ഞു? അപ്പൊ സത്യമാണല്ലേ? പത്മജ സൂപ്പർ പദവികൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ചർച്ച മുന്നോട്ട് പോകാത്തതെന്നും അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഈ പത്മജ വേണുഗോപാൽ തൃക്കാക്കര ഇലക്ഷൻ സമയത്ത് LDF-ലേക്ക് വരാനൊരു ചർച്ച നടന്നിരുന്നു. താങ്കളാണ് അന്ന് ചർച്ച നടത്തിയതെന്നാണ് ഉയർന്ന ആരോപണം. എന്തായിരുന്നു അതിന്റെ വസ്തുത? തൃക്കാക്കര ബൈ ഇലക്ഷൻ സമയത്താണ്. തൃക്കാക്കര ബൈ ഇലക്ഷൻ്റെ നിയോജകമണ്ഡലം ചുമതല EP ജയരാജനായിരുന്നു. അന്ന് അദ്ദേഹം ഈ വിഷയം ഞാനും അദ്ദേഹം കൂടി സംസാരിച്ചു. അന്ന് പത്മജ വേണുഗോപാൽ ദുബായിലായിരുന്നു. അവരെ വിളിച്ച് LDF-ന്റെ ഭാഗമാകാൻ പറഞ്ഞു. അവർക്ക് അതനുസരിച്ചുള്ള പരിഗണന LDF കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സപ്പോർട്ടിംഗ് സഹായം എടുത്ത ആളാണ് പത്മജ വേണുഗോപാൽ. ഞാൻ തന്നെയാണ് പത്മജ വേണുഗോപാലിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത്. പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള എന്തോ തസ്തിക വേണമെന്നുള്ളൊരു ആവശ്യത്തിലേക്ക് വന്നുകൊണ്ടാണ് അന്നത്തെ ആ LDF-ന്റെ ഭാഗമാവാൻ കഴിയാതെ പോയത്.